ഇന്ത്യ സ്വതന്ത്രയെങ്കിലും സാമ്പത്തികമായി തകർന്നടി. വിഭജനത്താൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്ത ഒരു മുറിവേറ്റ ദേശമായിരുന്നു. അവശേഷിച്ചതോ അസ്ഥിരതയുടെ ഒരു കൂട്ടായ്മയായ നൂറുകണക്കിന് ഭാഷകളും അനേകം മതങ്ങളും ജാതികളും നാട്ടുരാജ്യങ്ങളും. ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: ഇത്രയും വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്തെ എങ്ങനെ ഒരുമിച്ച് നിർത്താം? രാജ്യത്തിനുള്ളിലെ അതിർത്തികൾ ശക്തമാകുമ്പോൾ സൈന്യത്തെക്കാൾ ശക്തമായ ഒന്ന് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്ന നമ്മുടെ ഭരണഘടന. അങ്ങനെ എ ടീം ഓഫ് എക്സ്ട്രാ ഓർഡിനറി മൈൻഡ്സ് ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായി ഒത്തുകൂടി. ആർക്കിടെക്റ്റായി അടിച്ചമർത്തലിൽ നിന്നും ഉയർന്നു വന്നൊരു മനുഷ്യൻ, ഡോക്ടർ BR അംബേദ്കർ, ദ ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കുട്ടിയുടെയും ഭാവി അവരുടെ ജനനത്തിലൂടെ തീരുമാനിക്കപ്പെടാത്ത ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറണം എന്ന് അദ്ദേഹം ഉറപ്പാക്കി. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായി BN റാവു ലോകമെമ്പാടുമുള്ള ഭരണഘടനകൾ പഠിച്ച് മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും ഏറ്റവും നല്ല ആശയങ്ങൾ ശേഖരിച്ച് ആദ്യ രൂപരേഖ തയ്യാറാക്കി. ഇതിനോടൊപ്പം UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഓൾ മെൻ ആർ ബോൺ ഫ്രീ എന്ന വാചകം ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ എന്ന് തിരുത്തി എഴുതാൻ നിർദ്ദേശിച്ച ഹൻസ മെഹ്തയും, തൊട്ടുകൂടായ്മയ്ക്കെതിരെ സംസാരിച്ച ദാക്ഷായണി വേലായുധൻ, ആനി മെസ്ക്രീനും ഉൾപ്പെടെ 15 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വനിതാ അംഗങ്ങളും സമത്വത്തിന്റെ ദീപവാഹകരായി ഭരണഘടനാ രൂപീകരണത്തിൽ അംഗങ്ങളായി. ഭരണഘടന വെറുതെ എഴുതപ്പെട്ടതല്ല, അതൊരു ദേശീയ ഇതിഹാസം പോലെ ചിത്രീകരിക്കപ്പെടാനായി there were some artists who gave it a soul. ആരപ്പ മുതൽ വേദം വരെ, ബുദ്ധനിൽ നിന്നും അക്ബർ വരെ, മഹാഭാരതത്തിൽ നിന്നും സ്വാതന്ത്ര്യ പ്രസ്ഥാനം വരെയുള്ള ഇന്ത്യയുടെ സാംസ്കാരിക യാത്രയുടെ ഓരോ അധ്യായവും നന്ദലാൽ ബോസ് ചിത്രീകരിച്ചു. 234 പേജുള്ള ദ ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അണാ പൈസ പോലും പ്രതിഫലം വാങ്ങാതെ പ്രേം ബിഹാരി നരേൻദ്രസാദ എന്ന ദ കാലിഗ്രാഫർ തന്റെ കൈപ്പട കൊണ്ട് മനോഹരമാക്കി. തെക്ക് നിന്നുമുള്ള നിയമപണ്ഡിതൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എഴുത്തുകാരനും ചിന്തകനും ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തിന്റെ ആവേശം ആധുനിക നിയമത്തിലേക്ക് കൊണ്ടുവന്ന KM മുൻഷി, ഭരണവിദഗ്ധൻ N ഗോപാലസ്വാമി അയ്യങ്കാർ, ആസാമിലെ പരിചയസമ്പന്നനായ മുഹമ്മദ് അസാമുള്ള, സാമ്പത്തിക ഭരണ അറിവ് നൽകിയ മിത്തൽ കൃഷ്ണമാചാരി എന്നിവരാണ് മറ്റു തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. പതിറ്റാണ്ടുകൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യ എന്ന വൈവിധ്യമാർന്ന രാഷ്ട്രം കുലുങ്ങാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത്ര ശക്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലേ?